സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡേവിഡ് നയനാനോ പുലിമുരുകനോ? മലയാളത്തെ ആദ്യമായി 100 കോടി ക്ലബ്ബിൽ എത്തിച്ച ചിത്രമാണ് മോഹൻലാലിലെ പുലിമുരുകൻ. അതുപോലെ മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൈപ്പിലെത്തിയ ചിത്രമായിരുന്നു ദി ഗ്രേറ്റ് ഫാദർ. ചിത്രം ആദ്യ ദിനം ബോക്സ് ഓഫീസിൽ നേടിയത് 4,31,00,000. അതായത് കേരളത്തിലെ നിലവിലെ ഓപ്പണിംഗ് ഡേ കളക്ഷൻ റെക്കോർഡുകളെല്ലാം തകർത്ത് കളഞ്ഞ നേട്ടം. നിർമ്മാതാവിൽ ഒരാളായ പൃഥ്വിരാജ് തന്നെയാണ് ഇന്നലെ ഇത് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. എന്നാൽ ഈ അവകാശവാദം തെറ്റാണെന്നാണ് മോഹൻലാൽ ആരാധകരുടെ പക്ഷം. ഈ കണക്ക് ഊതിപ്പെരുപ്പിച്ച് പറയുന്നതാണെന്നും ആദ്യം വന്ന കളക്ഷൻ പ്രകാരം 3,68,00,000 രൂപയാണ് ദി ഗ്രേറ്റ് ഫാദർ നേടിയെന്നുമാണ് ചില മോഹൻലാൽ ഫാൻസിൻ്റെ വാദം. ഓൺലൈനിൽ ആണ് ഇത് പ്രചരിക്കുന്നതും. പുലിമുരുകൻ 4,08,00,000 രൂപയാണ് ആദ്യം ദിനം നേടിയതെന്നും ഇവർ പറയുന്നു. മാത്രമല്ല പുലിമുരുകൻ ഇപ്പോഴും ചുരുക്കം ചില തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് താനും. അതുകൊണ്ട് 165 കോടി നേടിയ പുലിമുരുകനുമായി ദി ഗ്രേറ്റ് ഫാദറിനെ താരതമ്യപ്പെടുത്തരുതെന്നാണ് ഇവരുടെ വാദം. എന്താണെങ്കിലും നിർമ്മാതാക്കൾ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കാണ് ദി ഗ്രേറ്റ് ഫാദറിൻ്റെ. കാലം എത്ര കഴിഞ്ഞാലും ബിഗ് എമ്മസിനോടുള്ള ആരാധകരുടെ ഇഷ്ടത്തിനും ആവേശത്തിനും ഇപ്പോഴും ഒരു കുറവും വന്നിട്ടില്ലെന്നാണ് പുലിമുരുകനും ദി ഗ്രേറ്റ് ഫാദറും സൂചിപ്പിക്കുന്നത്. ബിയോണ്ട് ബോർഡേഴ്സിന് വമ്പൻ റിലീസിംഗ് ഒരുക്കി ഈ റെക്കോർഡ് തകർക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ മോഹൻലാൽ ആരാധകർ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.